ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലെറ്റസ് അസസ് എന്നുള്ള ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നുള്ള പോർഷനാണ് നോക്കുന്നത്. ഇതിനകത്ത് നമുക്ക് 16 ക്വസ്റ്റ്യൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ സ്വയം ഒന്ന് ടെസ്റ്റ് എഴുതി നോക്കിയതിന് ശേഷം ആൻസേഴ്സിന് വേണ്ടി ഈ വീഡിയോ റെഫർ ചെയ്യുക. ഓക്കെ, സോ അപ്പോൾ ഞാൻ ഓരോരോ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമായിട്ട് പറഞ്ഞു തരാം. ആദ്യത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ 3 ഡിഫറെൻറ്റ് സ്റ്റേജസ് ഇൻ പബ്ലിഷിംഗ്. പബ്ലിഷിങ്ങിനകത്ത് ഉള്ള 3 ഡിഫറെൻറ്റ് സ്റ്റേജസിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. പബ്ലിഷിങ്ങിനകത്ത് 3 സ്റ്റേജ് എന്ന് പറയുന്നത് ക്രിയേഷൻ, കമ്പൈലേഷൻ ആൻഡ് മാസ് റീപ്രൊഡക്ഷനാണ്. ആദ്യം നമ്മൾ ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക, പിന്നെ അതിനെ കമ്പൈൽ ചെയ്യുക, പിന്നെ അതിൻ്റെ പ്രിൻറ്റിങ് അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ ഈ പബ്ലിഷിംഗ് തന്നെ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. പബ്ലിഷിംഗ് ത്രൂ പ്രിൻറ്റഡ് മീഡിയ ഉണ്ട്, അതുപോലെ ഇലക്ട്രോണിക് പബ്ലിഷിംഗും ഉണ്ട്. ഓക്കെ, പബ്ലിഷിംഗ് ത്രൂ പ്രിൻറ്റഡ് മീഡിയക്കകത്താണ് 3 സ്റ്റെപ്സ് വരുന്നത്. പ്രീ പ്രസ് ആക്ടിവിറ്റീസ് ഉണ്ട്, ദെൻ രണ്ടാമത് പ്രിൻറ്റിങ് ഉണ്ട്, ദെൻ പോസ്റ്റ് പ്രസ് ആക്ടിവിറ്റീസ് ഉണ്ട്. അങ്ങനെ 3 സ്റ്റെപ്സ് ആയിട്ടാണ് അതിൽ വരുന്നത്. ഡിജിറ്റൽ പബ്ലിഷിംഗ് അല്ലെങ്കിൽ ഈ ഇലക്ട്രോണിക് പബ്ലിഷിങ്ങിനകത്ത് 2 ടൈപ്പ് ഓഫ് പബ്ലിഷിംഗ് ഉണ്ട്. വെബ് ബേസ്ഡ് പബ്ലിഷിങ്ങും അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷനും. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെയുള്ള ക്ലാസ്സുകളിൽ കണ്ടതാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് വരിക. മെയിനായിട്ടും പബ്ലിഷിങ്ങിൻ്റെ 3 സ്റ്റേജ് എന്ന് പറയുന്നത് ക്രിയേഷൻ, കമ്പൈലേഷൻ, മാസ് റീപ്രൊഡക്ഷനാണ്. ഓക്കെ, ഓഫ് ഗ്രാഫിക് ആൻഡ് ടെക്സ്റ്റ് ഇമേജസ്. ദെൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അരുൺ പ്ലാൻസ് ടു ഡിസൈൻ എ ബ്രോഷർ ഫോർ ഹിസ് റെസ്റ്റോറൻറ്റ്. നെയിം 2 സോഫ്റ്റ്വെയർസ് ദാറ്റ് ക്യാൻ ബി യൂസ് ടു ഡിസൈൻ ദ ബ്രോഷർ. ബ്രോഷർ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണെന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ സ്ക്രൈബസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്, അഡോബ് ഇൻ ഡിസൈൻ ഉണ്ട്, ക്വാക്ക് എക്സ്പ്രസ് ഉണ്ട്, പിന്നെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. കോറൽ ഡ്രോ ഉണ്ട്, അഡോബ് ഫോട്ടോഷോപ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. ഇതിൽ നമുക്കിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് സ്ക്രൈബസ്, അഡോബ് ഇൻ ഡിസൈൻ, കോർക്ക് എക്സ്പ്രസ് എക്സെട്ര. ഓക്കെ, ദെൻ മൂന്നാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ എലമെൻറ്റ്സ് ഓഫ് ഡിസൈൻ. ഡിസൈനിൻ്റെ എലമെൻറ്റ്സിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസൈനിൻ്റെ എലമെൻറ്റ്സും ഉണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് ഡിസൈനും ഉണ്ട്. എലമെൻറ്റ്സിനകത്ത് വരുന്നതാണ് ലൈന്, ഷേപ്പ്, കളേഴ്സ്, സ്പേസ്, ടൈപ്പോഗ്രഫി. ലൈൻ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ സ്പേസസ് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കറക്റ്റ് ഒരു ഡിവിഷൻ വന്നു കഴിയുമ്പോഴത്തേനും റീഡേഴ്സിൻ്റെ അറ്റൻഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ലൈൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ ഷേപ്പ്, നമ്മൾ ഏതെങ്കിലും പോർഷൻ്റെ നമ്മുടെ പേജിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ എംഫസൈസ് ചെയ്ത് കാണിക്കാനൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഷേപ്സ് യൂസ് ചെയ്യുന്നത്. പിന്നെ കളേഴ്സ് യൂസ് ചെയ്ത് റീഡേഴ്സിൻ്റെ മൂഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്നത് റീഡേഴ്സിൻ്റെ ഐസിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേക സ്പോട്ടിലേക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുപോകാനും അവർക്കൊരു ഫീൽ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സ്പേസ് കൊടുക്കാം. ദെൻ ടൈപ്പോഗ്രഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെറ്റേഴ്സിനെ റീഡബിൾ ആൻഡ് ബ്യൂട്ടിഫുൾ രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന അതിനെയാണ് നമ്മൾ ടൈപ്പോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാമാണ് ഡിസൈനിൻ്റെ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നാലാമത്തെ ചോദ്യം, ഇൻ എ പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് എ ഡിസൈനർ ഹാസ് സ്പേസ് ടു ഡ്രോ ലൈൻസ്. സജസ്റ്റ് എ ലൈൻ സ്റ്റൈൽ ദാറ്റ് ക്യാൻ ഗീവ് എ ഫീൽ ഓഫ് എനർജി ടു ദി ബ്രോഷർ. ബ്രോഷറിന് എനർജി നൽകുന്ന ടൈപ്പ് ഓഫ് ലൈൻസ് നമുക്ക് ഒരു പേപ്പർ അഡ്വർടൈസ്മെൻറ്റിൽ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു ലൈൻ സ്റ്റൈല് പ്രൊവൈഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡയഗണൽ ലൈൻസ് ഉണ്ട്, ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ട്, വെർട്ടിക്കൽ ലൈൻസ് ഉണ്ട്, അങ്ങനെ പല ടൈപ്പ് ഓഫ് ലൈൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഡയഗണൽ ലൈൻസ് ആണ് ഒരു ബ്രോഷറിന് എനർജി കൊടുക്കുന്നത്. ഹൊറിസോണ്ടൽ ലൈൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ആ ബ്രോഷറിന് ഒരു കാം ആൻഡ് ക്വയറ്റ് എഫക്റ്റ് ആയിരിക്കും കൊടുക്കുക. ഡയഗണൽ ലൈൻസ് ആണെങ്കിൽ ഇറ്റ് ഗീവ്സ് എനർജി ടു ദി ബ്രോഷർ. ഓക്കെ, സോ അപ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഡയഗണൽ ലൈൻസ് ആണ്. ദെൻ അഞ്ചാമത്തെ ചോദ്യം, ക്ലാസിഫൈ ദ ഫോളോയിങ് ഫോൺസ് ഇൻറ്റു സെരിഫ് ആൻഡ് സാൻസ് സെരിഫ് കാറ്റഗറീസ്. അതായത് സ്പെഷ്യൽ ഫീലൊന്നും ഇല്ലാത്തതാണ് സാൻസ് സെരിഫ്. കുറച്ച് ഫീലോട് കൂടിയുള്ള ഫോൺസാണ് സെരിഫ് ഫോൺസ് എന്ന് പറയുന്നത്. അതിൽ സാൻസ് ഫോൺസിന് എക്സാമ്പിൾസ് ആണ് ഏരിയൽ, തഹോമ, വെർദന എക്സെട്ര. സെരിഫ് ഫോൺസ് ആണെങ്കിൽ ടൈംസ് റോമൻ, ഗാരമൺ, പലാറ്റിനോ എക്സെട്ര. ഓക്കെ, സോ അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഏരിയൽ പറഞ്ഞിരിക്കുന്നത് സാൻസ് ആണ്, ടൈംസ് ന്യൂ റോമൻ എന്ന് പറയുന്നത് സെരിഫ് ഫോണ്ടാണ്, ഗാരമൺ എന്ന് പറയുന്നത് സെരിഫ് ഫോണ്ടാണ്, വെർദന സാൻസ് ഫോണ്ടാണ്, പലാറ്റിനോ സെരിഫ് ഫോണ്ടാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ദെൻ ആറാമത്തെ ചോദ്യം, റൈറ്റ് ഷോർട്ട് നോട്ട്സ് ഓൺ
കോൺട്രാസ്റ്റ് ആൻഡ് ബാലൻസ് ഇൻ ഡിസൈൻ പ്രിൻസിപ്പിൾസ്. ഡിസൈൻ പ്രിൻസിപ്പിൾസിനകത്ത് കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് എലമെൻറ്റ്സിൻ്റെ തമ്മിലുള്ള ആ ഒരു അസോസിയേഷനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് കളേഴ്സ് നമ്മൾ കൊടുക്കുന്നതാവാം, ടോൺ കൊടുക്കുന്നതാവാം, ഇത് ഏത് വേണേലും ആവാം. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു മഞ്ഞ കളർ ബാക്ക്ഗ്രൗണ്ടിലാണെങ്കിൽ നമ്മൾ അതിനകത്ത് അപ്ലൈ ചെയ്യുന്ന ഫോർഗ്രൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം ബ്ലാക്കോ അല്ലെങ്കിൽ റെഡോ ഒക്കെ ആണെങ്കിൽ അത് നല്ലതായിട്ട് കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ കോൺട്രാസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്, അസോസിയേഷൻ ഓഫ് ഒപ്പോസിങ് എലമെൻറ്റ്സ്. ഓക്കെ, അതെങ്ങനെ നമ്മൾ അതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത്. ദെൻ ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ്വൽ വെയ്റ്റ്. നമ്മളിപ്പോൾ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന ഒബ്ജക്ട്സ്, അതിൻ്റെ കളേഴ്സ്, ടെക്സ്ചർ, സ്പേസ്, ഇതിൻ്റെ എല്ലാം വിഷ്വൽ വെയ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ബാലൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതൊക്കെ നിങ്ങൾ ആ ഒരു സെഷനിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. എൻ്റെ പ്രീവിയസ് ക്ലാസ്സുകളിലൊക്കെ ഞാൻ അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് റെഫർ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. 7ാമത്തെ ചോദ്യം, വൈ ആർ പ്ലേറ്റ്സ് നോട്ട് യൂസ്ഡ് ഇൻ എ ഡിജിറ്റൽ പ്രസ്? ഡിജിറ്റൽ പ്രസ്സിൽ എന്തുകൊണ്ടാണ് പ്ലേറ്റ്സ് യൂസ് ചെയ്യാത്തതെന്ന്. ഡിജിറ്റൽ പ്രിൻറ്റിങ്ങിന് നമുക്ക് പ്ലേറ്റ്സിൻ്റെ ആവശ്യമില്ല അല്ലേ. അവിടെ നമ്മൾ ഇങ്ക്ജെറ്റ് അല്ലെങ്കിൽ ലേസർ പ്രിൻറ്റേഴ്സാണ് നമ്മൾ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആ പ്രിൻറ്റേഴ്സിനൊന്നും തന്നെ പ്ലേറ്റ്സിൻ്റെ ആവശ്യമില്ല. ഓക്കെ, ദെൻ 8ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദി യൂസ് ഓഫ് പ്ലേറ്റ്സ് ഇൻ ആൻ ഓഫ്സെറ്റ് പ്രസ്? ഓഫ്സെറ്റ് പ്രസ്സിൽ എന്തിനു വേണ്ടിയിട്ടാണ് പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്? They provide the method for transferring the inked images to the proper place on the paper. അപ്പോൾ നമ്മൾ പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ഇങ്ക്ഡ് ഇമേജസിനെ പേപ്പറിൻ്റെ പ്രോപ്പർ പ്ലേസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ മെത്തേഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ ഈച്ച് പ്ലേറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രിൻറ്റ് എ നമ്പർ ഓഫ് പേജസ്. ഒരു പ്ലേറ്റ് കൊണ്ട് തന്നെ നമുക്ക് എത്ര നമ്പർ ഓഫ് പേജസ് വേണമെങ്കിലും കോപ്പി എടുക്കാനായിട്ടുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുമാത്രമല്ല പ്രസ്സിലൊക്കെ നമുക്ക് ഒരുപാട് ലാർജ് വോളിയം ഓഫ് പ്രിൻറ്റിംഗ് ആയിരിക്കും നമുക്ക് ആവശ്യമായിട്ട് വരിക. അപ്പോൾ ആ ഒരു ടൈപ്പിൽ ഒരു പ്ലേറ്റ് കൊണ്ട് തന്നെ നമുക്ക് എത്ര നമ്പർ ഓഫ് പേജസ് വേണമെങ്കിലും പ്രിൻ്റ് എടുക്കാം. അതുകൊണ്ട് നമ്മൾ പ്രിൻറ്റിംഗ് പ്ലേറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ 9ാമത്തേത്, വാട്ട് ഈസ് കളർ സെപ്പറേഷൻ? കളർ സെപ്പറേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. So it is the process of separating original artwork into individual color components for printing. പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു ഫോട്ടോയോ അല്ലെങ്കിൽ ഒരു ഗ്രാഫിക് ഇമേജോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ പല കളേഴ്സ് ചേരുമ്പോഴാണ് ഒരു കളർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ആർട്ട് വർക്കിൻ്റെ ഇൻഡിവിജ്വൽ കളർ കമ്പോണൻസ് ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കളർ സെപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു കളറാണെങ്കിലും അത് CMYK കോമ്പിനേഷനിലായിരിക്കും. അതായത് സിയാൻ, മെജന്ത, യെല്ലോ, ബ്ലാക്ക് എന്നുള്ള കോമ്പിനേഷനിലായിരിക്കും. ഈ 4 പ്രൈമറി കളേഴ്സായിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്തിട്ടാണ് പ്രിൻറ്റിംഗ് പ്രോസസ്സ് നടത്തുന്നത്. ഓക്കെ, അതാണ് കളർ സെപ്പറേഷൻ. ദെൻ 10th one is, ഹരിലാൽ ഈസ് പ്ലാനിങ് ടു പബ്ലിഷ് എ ബുക്ക്. Suggest a printing process that can be used for this purpose. Justify your suggestion. ഓക്കെ, ഹരിലാലിന് ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യണം. അപ്പോൾ അതിനൊരു പ്രിൻറ്റിംഗ് പ്രോസസ്സ് സജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻറ്റിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ആണ്. അതിൽ തന്നെ ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് യൂസ് ചെയ്ത് ബുക്ക്സ് സെല്ല് ചെയ്യാനോ ഡൗൺലോഡ് ചെയ്യാനോ ഒക്കെ ഉള്ള പ്രൊവിഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതാണെങ്കിൽ നമുക്ക് കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് മെത്തേഡാണ് അത്. അതല്ല ഒരുപാട് ലാർജ് വോളിയം ഓഫ് ടെക്സ്റ്റ് ബുക്കുകൾ പ്രിൻറ്റ് ചെയ്യണമെങ്കിലോ അങ്ങനെ ഫിസിക്കൽ മീഡിയയിൽ പ്രിൻറ്റ് ചെയ്യണമെങ്കിലോ നമ്മൾ എന്ത് ചെയ്യണം? പബ്ലിഷിംഗ് ത്രൂ പ്രിൻറ്റഡ് മീഡിയ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇവിടെ ഹരിലാലിനെ സംബന്ധിച്ചിടത്തോളം ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കോസ്റ്റ് കുറച്ച് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ദെൻ 11ാമത്തെ ചോദ്യം, why is flexography used in mass production when compared to other printing process? മറ്റുള്ള പ്രോസസ്സുകളെ അപേക്ഷിച്ച് മാസ് പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഫ്ലെക്സോഗ്രഫി യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റിലേറ്റീവ്ലി സിമ്പിൾ ഓപ്പറേഷൻ. ഇത് ഈ ഫ്ലെക്സോഗ്രഫി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഓപ്പറേഷനാണ്. അതുമാത്രമല്ല നമ്മൾ സാധാരണ ഒരു റബ്ബർ സീല് ഇങ്ക് സ്റ്റാമ്പ് യൂസ് ചെയ്ത് നമ്മൾ ജസ്റ്റ് സ്റ്റാമ്പ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഫ്ലെക്സോഗ്രഫിയിൽ വരുന്നത്. പിന്നെ മാത്രമല്ല ഇതിൻ്റെ യൂസ് ചെയ്യുന്ന ഇങ്ക് പെട്ടെന്ന് തന്നെ ഉണങ്ങും. നമ്മളൊരു പ്രിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് വേഗത്തിൽ ഉണങ്ങാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാസ്റ്റ് പ്രൊഡക്ഷൻ വരുന്നത് കൊണ്ട് ലാർജ് വോളിയം ഓഫ്
പ്രിൻറ്റിങ്ങിന് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുമാത്രമല്ല ഇതിന് കോസ്റ്റും കുറവാണ്. അപ്പോൾ അതുകൊണ്ട് കൊണ്ടാണ് നമ്മൾ ഫ്ലെക്സോഗ്രാഫി യൂസ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ 12ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ഹൗ സ്ക്രീൻ പ്രിൻറ്റിങ് ഈസ് ഡൺ. സ്ക്രീൻ പ്രിൻറ്റിങ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ ഒരു വുവൺ മെഷ്, വല പോലെ ഒരു മെഷ് യൂസ് ചെയ്യുന്നുണ്ട്. അത് പോയിട്ട് ഒരു സ്റ്റെൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. സ്റ്റെൻസിലിനകത്ത് നമുക്ക് എന്താണോ പ്രിൻ്റ് എടുക്കേണ്ടത് ആ ഒരു ഇമേജ് സ്റ്റെൻസിലിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അത് ഈ വുവൺ മെഷീനകത്ത് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ക് നമ്മൾ സ്പ്രെഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അതിന് ശേഷം അതിൽ ഒരു സ്റ്റീൽ റോഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെറ്റൽ കമ്പോണൻറ്റ് യൂസ് ചെയ്ത് നമ്മൾ ആ ഇങ്കിനെ ഒരു പോർഷനിൽ നിന്ന് അടുത്ത പോർഷനിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് ഈ മെഷീൻ്റെ ഓപ്പണിങ്സിൽ കൂടി ഇങ്ക് താഴോട്ടിറങ്ങി അതെവിടെ പോവും? നമ്മുടെ പ്രിൻ്റ് ചെയ്യേണ്ട ആ മെറ്റീരിയലിലേക്ക് മാറും. അപ്പോൾ ആ ഒരു മാറി വരുമ്പോഴത്തേനും ആ സ്റ്റെൻസിലുള്ള അതേ ഒരു ഇമേജ് നമുക്കതിലേക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് അത് സ്ക്രീൻ പ്രിൻറ്റിങ് നടത്തുന്നത്. ഓക്കെ. ഇനി 13ാമത്തെ ചോദ്യം, വാട്ട് ഡു യു മീൻ ബൈ പോസ്റ്റ് പ്രസ്? ലിസ്റ്റ് ആൻഡ് എക്സ്പ്ലെയിൻ ദ 4 മേജർ ഓപ്പറേഷൻസ് ദാറ്റ് ആർ ഡൺ ഡ്യൂറിങ് ദിസ് സ്റ്റേജ്. ഓക്കെ. പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ എന്താണ്? പ്രിൻറ്റിംഗ് മീഡിയ പബ്ലിഷിങ്ങിൻ്റെ ലാസ്റ്റ് സ്റ്റേജാണ് പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മൾ മെറ്റീരിയൽസ് എല്ലാം പ്രിൻ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ അപ്പിയറൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു സ്റ്റേജാണ് പോസ്റ്റ് പ്രസ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന 4 ഓപ്പറേഷൻസാണ് ഫോൾഡിങ്, അസംബ്ലിങ്, ബൈൻഡിങ്, കട്ടിങ്. ഫോൾഡിങ് എന്താണ്? വലിയ ഷീറ്റിൽ നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് അതിനെ ഫോൾഡ് ചെയ്യുമ്പോഴാണ് നമ്മുടെ ബുക്കിനനുസരിച്ചുള്ള ഒരു ഓർഡറിലേക്ക് എത്തുക. ദെൻ ആ ഓർഡറിൽ എത്തിച്ചിട്ട് എല്ലാ പേജസും ഒരുമിച്ച് കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ അസംബ്ലിങ് എന്ന് പറയുന്നത്. അസംബിൾ ചെയ്തതിന് ശേഷം അതിനെ ഫിസിക്കലി കൂട്ടിക്കെട്ടുന്ന പ്രോസസ്സാണ് ബൈൻഡിങ് എന്ന് പറയുന്നത്. ദെൻ ബൈൻഡിങ് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന പേപ്പറിൻ്റെ സ്പേസ് ട്രിം ചെയ്തെടുക്കുന്നതിനെയാണ് കട്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് അതിനകത്ത് വരിക. 14ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ്? ഇലക്ട്രോണിക് പബ്ലിഷിംഗ് നമുക്കറിയാം എന്താണ്? ഡിജിറ്റൽ പബ്ലിക്കേഷനാണ്, അല്ലേ? ഈ ബുക്ക്, മാഗസിൻസ് ഒക്കെ നമ്മൾ ഡിജിറ്റലി പബ്ലിഷ് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് പബ്ലിഷിംഗ് ഏതാണ്? ഒന്ന് പബ്ലിഷിംഗ് ത്രൂ വെബ് ബേസ്ഡ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷൻ. ഇങ്ങനെ 2 ടൈപ്പാണ് ഉള്ളത്. ദെൻ 15ാമത്തെ ചോദ്യം, യു ഹാവ് റിട്ടൺ എ സ്റ്റോറി ഇൻ ഇംഗ്ലീഷ് ആൻഡ് യു വിഷ് ടു പബ്ലിഷ് ഇറ്റ് ഇലക്ട്രോണിക്കലി. വിച്ച് ടൈപ്പ് ഓഫ് പബ്ലിഷിംഗ് വുഡ് യു പ്രിഫർ? വൈ? നമ്മളൊരു സ്റ്റോറി ഉണ്ടാക്കിയിട്ടുണ്ട്, അത് എങ്ങനെ ഇലക്ട്രോണിക്കലി പബ്ലിഷ് ചെയ്യണം, അത് ഏത് ടൈപ്പ് ഓഫ് പബ്ലിഷിംഗ് നിങ്ങൾ പ്രിഫർ ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്കിപ്പോൾ മാസ് പ്രൊഡക്ഷനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇല്ല എങ്കിൽ ജസ്റ്റ് ഒരു സിംഗിൾ സ്റ്റോറി ആണ് എങ്കിൽ നമുക്ക് അത് പബ്ലിഷ് ചെയ്യാൻ ഏറ്റവും നല്ലത് ബ്ലോഗായിരിക്കും. ഓക്കെ. അപ്പം പബ്ലിഷിംഗ് ത്രൂ വെബ് ബേസ്ഡ് പബ്ലിഷിംഗ് ആയിരിക്കും ഏറ്റവും നല്ലതായിട്ട് വരിക. ഒരുപാട് മാസോ അല്ലെങ്കിൽ ഒരു ബുക്ക് പോലെയൊക്കെയാണ് ഉള്ളതെങ്കിലാണ് നമ്മൾ ഇതിലേക്ക് പോവുക, ഈ ബുക്ക് പബ്ലിഷിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് പോകുന്നത്. ഓക്കെ. ദെൻ 16ാമത്തെ ചോദ്യം, വിമല ഹാസ് ആൻ ഇ ബുക്ക് റീഡർ ആൻഡ് എ മൊബൈൽ ഫോൺ വിത്ത് എ ലാർജ് സ്ക്രീൻ. വിച്ച് ഡിവൈസ് വിൽ ബി ബെറ്റർ ഫോർ റീഡിംഗ് വൈൽ ട്രാവലിംഗ്? വൈ? ഇത് നമ്മൾ നേരത്തെ കണ്ടതാണ്. നമ്മുടെ സാധാരണ രീതിയിലുള്ള ഒരു മൊബൈൽ ഫോണിനേക്കാളും ബുക്സൊക്കെ റീഡ് ചെയ്യാൻ വേണ്ടി കുറച്ചുകൂടി കോമ്പാറ്റബിൾ ആയിട്ടുള്ള നല്ലൊരു അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള ഒരു ഡിവൈസാണ് ഇ ബുക്ക് റീഡർ എന്ന് പറയുന്നത്. ഓക്കെ. ഇ ബുക്ക് റീഡറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ക്രീനിനകത്തുള്ള ലൈറ്റ് എന്ന് പറയുന്നത് ടോപ്പിൽ നിന്നാണ് താഴേക്ക് ലൈറ്റ് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിന് കുറച്ചുകൂടി സ്ട്രെയിൻ കുറവായിരിക്കും. അതേസമയം നമ്മുടെ മൊബൈൽ ഡിവൈസസിലൊക്കെ ആണെങ്കിൽ സ്ക്രീനിൻ്റെ ബാക്കിൽ നിന്നാണ് ഇത് ലൈറ്റ് വരിക. ഓക്കെ. അതിനെ നമ്മൾ ബാക്ക് ലിറ്റ് എന്ന് പറയാറുണ്ട്. ബാക്ക് ലിറ്റ് കോസസ് ഫാറ്റിക് ഇഫ് യൂസിങ് ഫോർ ലോങ് അവേഴ്സ്. ഒരുപാട് അവേഴ്സ് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കും. ഓക്കെ. സോ അത് മാത്രമല്ല, ഇ ബുക്ക് റീഡർ പ്രൊവൈഡ്സ് എ ബെറ്റർ റീഡിങ് എക്സ്പീരിയൻസ്. കാരണം നമ്മുടെ കണ്ണിന് അത്ര സ്ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നല്ലൊരു റീഡിങ് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ഇ ബുക്ക് റീഡേഴ്സ് പോർട്ടബിളാണ്. പിന്നെ ബെറ്റർ റീഡബിലിറ്റി. സൺലൈറ്റിൽ ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ സൂര്യപ്രകാശത്തിൽ വെച്ചിട്ടാണെങ്കിലും വായിക്കാൻ അധികം സ്ട്രെയിൻ വരത്തില്ല. പിന്നെ ബാറ്ററി ലൈഫ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇ ബുക്ക് റീഡറാണ് കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഓക്കെ. സോ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമുക്ക് ലെറ്റേഴ്സ് അസസ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കിയതിന് ശേഷം ആൻസേഴ്സ് ഇതുമായിട്ട് കമ്പയർ ചെയ്ത് റെഫർ ചെയ്യുക. ഓക്കെ.
അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് സെക്കൻഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അണ്ടിൽ ദെൻ ബൈ. താങ്ക് യു.